ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 12 എസ് യു വിസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സപ്പോമീറ്റർ കോമ്പാക്ട് എസ് യു വിസ് അങ്ങനെയൊന്നുമില്ല, എല്ലാ എസ് യു വിസും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ലെവലിലുള്ള ക്രോസ് ഓവറോ അല്ലെങ്കിൽ ഫേക്ക് എസ് യു വിയോ എന്ത് വണ്ടിയെങ്കിലും ആവട്ടെ, എല്ലാ സാധനങ്ങളും ഈ ലിസ്റ്റിനകത്ത് ഉണ്ടാവും. ഏതായാലും നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഈ വാഹനം കഴിഞ്ഞ മാസം 7184 വാഹനത്തിൻ്റെ ടോട്ടൽ സെയിൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 ഏപ്രിലിൽ 7651 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് ലഭിച്ചത്. 497 വാഹനങ്ങളുടെ വ്യത്യാസം 6.5% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ 12 വാഹനങ്ങളുള്ള ഇതിൽ ലിസ്റ്റിൽ 5 വാഹനങ്ങൾക്കാണ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയർ ബേസിസിൽ. അതിൽ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ഡീഗ്രോത്ത് തന്നെ കുറവാണ്. രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ് എന്ന് വേണമെങ്കിൽ പറയും. പിന്നെ നോക്കി വരുമ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇയർ ഓൺ ഇയറിൽ കാണാനില്ല. ഓൾമോസ്റ്റ് 7000-അടുത്തൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 3XO ആണ്. ഈ വണ്ടിയും ഇപ്പോൾ 3XO കഴിഞ്ഞ വർഷം വന്നപ്പോൾ തൊട്ടാണ് പിന്നെയും സെയിൽ കുറച്ച് കയറാൻ തുടങ്ങിയത്. അതുവരെ വളരെ മോശമായിരുന്നു. 3XO വന്ന സമയത്ത് 9000-അടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ 7000 ആ റേഞ്ചിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ മാസം 7568 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ഏപ്രിൽ ആ സമയത്ത് 3XO വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 4003 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുള്ളൂ. സോ 3565 വാഹനങ്ങളുടെ വ്യത്യാസവും 89.06% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന വാഹനം ഇതാണ്. പക്ഷേ അത് പഴയ വണ്ടി ആയതുകൊണ്ടും പ്രീഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ടൊക്കെ ഉള്ള ഗ്രോത്തിൻ്റെ, അതായത് സെയിലിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ്. ഈ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഹ്യുണ്ടായി ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ അത് വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ അതിനെ പുതിയ ടെസ്റ്റ് മ്യൂൾസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ടോപ്പ് എൻഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വേണം നിങ്ങൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും കഴിഞ്ഞ മാസം 7953 വാഹനങ്ങളുടെ സെയിലാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ 9120 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 1167 വാഹനങ്ങളുടെ വ്യത്യാസം 12.8% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. ഇനിയിപ്പോൾ 9th പൊസിഷനിൽ നിൽക്കുന്ന ഇതിൻ്റെ സ്വന്തം സഹോദരനായ നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. സെറോസ് വന്നതോടുകൂടി സോണറ്റിന് സെയിൽ കുറഞ്ഞു എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തായാലും അത് സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 8068 വാഹനങ്ങളുടെ സെയിലാണ് സോണറ്റിന് ലഭിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ 7901 വാഹനങ്ങളുടെ സെയിലുമായിരുന്നു കിട്ടിയത്. 167 വാഹനങ്ങളുടെ വ്യത്യാസവും 2.11% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ഗ്രോത്ത് കുറവാണെങ്കിലും സെയിൽസ് ഓൾമോസ്റ്റ് 2000-അടുത്ത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അതൊരു നല്ല കാര്യമാണ്. പിന്നെ സെറോസ് ഈ ലിസ്റ്റിലില്ല. നിങ്ങൾ ഇനിയിപ്പം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറവാണ്. 5000 to 6000 ആ റേഞ്ചിലൊക്കെ അതിന് മാക്സിമം സെയിൽ കിട്ടാറുള്ളൂ. സോണറ്റ് തന്നെയാണ് ഇപ്പോഴും ആ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ വാഹനം മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ഇപ്പോഴും മഹീന്ദ്രയുടെ ബാക്കി വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ് ബൊലേറോ. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ ആൾക്കാരൊരു എന്താ പറയുന്നത്, അബ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാക്സിമം ആവശ്യം പണിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വാഹനമാണ് ബൊലേറോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 8380 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 2024 9537 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. 1157 വാഹനങ്ങളുടെ വ്യത്യാസം 12.13% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ഇപ്പോഴൊന്നും ഈ ഒരു സെയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയതല്ല. പണ്ട് മുതൽ മഹീന്ദ്രയുടെ ഈ പുതിയ വണ്ടികളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ബൊലേറോ ഈ ഫീൽഡിലുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വാഹനം മഹീന്ദ്രയുടെ ബൊലേറോ ആയിരുന്നു, ഈ XUV സെൻട്രബിളും സ്കോർപ്പിയോൻ്റെ ഒക്കെ വരുന്നതിന് മുന്നേ. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ തന്നെ താർ റോക്സ് ആണ്. താർ റോക്സും 3 ഡോറും രണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ്. കഴിഞ്ഞ മാസം പെട്ടെന്ന് സെയിൽ അങ്ങോട്ട് നന്നായിട്ട് കയറി പീക്ക് ചെയ്തു. മഹീന്ദ്ര താർ റോക്സിൻ്റെയും അതുപോലെ 3XOയുടെയും രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. 10703 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാലം 8000 7000 ആ റേഞ്ചിലൊക്കെ ആയിട്ട് പിടിച്ചതെന്നാണ്, രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് ആണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 6160 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 4543 വാഹനങ്ങളുടെ വ്യത്യാസം 73.75% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 3XO കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. ഇനി നമ്മുടെ അടുത്ത വാഹനം ടാറ്റ പഞ്ചാണ്. ഒരു കാലത്ത് ഈ വാഹനത്തിൻ്റെ സെയിൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. 2024 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഇതായിരുന്നു ആ വർഷത്തെ ഫുള്ള്. പക്ഷേ കഴിഞ്ഞ മാസം 12496 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും ലോവസ്റ്റ് സെയിൽ പഞ്ചിന് കഴിഞ്ഞ മാസമാണ് കിട്ടിയിരിക്കുന്നതാണ്.
2024 ഏപ്രിൽ 19,158 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതാണ്. 6,662 വാഹനങ്ങളുടെ വ്യത്യാസവും 34.77% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈ ഹൈ വോളിയം സെയിൽസിൽ ഇത്രയും ഡീഗ്രോത്ത് റേറ്റ് വരാം ആൻഡ് നമ്മുടെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു വണ്ടി ആവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മോശം കാര്യമാണ്. ചിലപ്പം നെക്സോണിൻ്റെ പ്രൊഡക്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തായിരിക്കാം. അത് നമുക്ക് നോക്കാം നെക്സോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 14,345 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ഏപ്രിൽ 14,286 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ആകെ 59 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. 0.41% ഗ്രോത്ത് റേറ്റും. അതായത് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ് ആൻഡ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്നും പറയാം. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന നെക്സോണിലേക്ക് വരികയാണെങ്കിൽ പഞ്ചിന് 12,500 നെക്സോണിന് 15,500 വന്നിരിക്കുന്നത്. അതായത് 15,457 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 3,000 വണ്ടികളെടുത്ത് വ്യത്യാസമുണ്ട്. 2024 ഏപ്രിൽ നെക്സോണിന് ആകെപ്പാട് 11,168 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 4,289 വാഹനങ്ങളുടെ വ്യത്യാസവും 38.4% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി നെക്സോണാണ്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ 2024 നെക്സോണിൻ്റെ സെയിൽ എപ്പോഴും 10,000, 12,000 ആ റേഞ്ചിന് ഇടയിലായിരുന്നു. 25 ആയപ്പോൾ തൊട്ടാണ് പതുക്കെ നെക്സോണിൻ്റെ സെയിലും പഞ്ചിൻ്റെ സെയിലും ഓൾമോസ്റ്റ് സെയിം ആവാൻ തുടങ്ങിയത്. പിന്നെ വീണ്ടും പഞ്ചിനെ നെക്സോൺ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ചിലപ്പം പഞ്ച് ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം 2021 ആ ഒരു സമയത്ത് ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് EV വന്നതല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അവർ ഇതിനകത്ത് വരുത്തിയിട്ടില്ല. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്വന്തം മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നും അതുപോലെ ക്ലാസിക്കും കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 15,534 വാഹനങ്ങളുടെ സെയിലുണ്ട്. 2024 ഏപ്രിൽ 14,807 വാഹനങ്ങളുടെ സെയിലുണ്ട്. 727 വാഹനങ്ങളുടെ വ്യത്യാസവും 4.91% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാനായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. കുറേ കാലമായിട്ട് ഈ രണ്ട് വണ്ടികളും 12,000 to 16,000 ഇടയിലൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ വാങ്ങുന്നതാണ്. അതും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടും ഇത്രയും വലിയ വണ്ടികളായിട്ടും. സോ ആൾക്കാരുടെ ഒരു എന്താ പറയുന്നത് പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ വണ്ടികൾ എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ കുറച്ചുകൊണ്ട് കൂടിയിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ഇത്തരത്തിലുള്ള ഇത്തരം വിലയുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇത്രയും സെയിൽ കിട്ടുന്ന ലിസ്റ്റിൽ സ്ഥാനം വരേണ്ട കാര്യമില്ലല്ലോ. എനിവേ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 16,971 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 2024 ഏപ്രിൽ 17,113 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. വ്യത്യാസം ജസ്റ്റ് 142 വാഹനങ്ങളുടെയും 0.83% നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ബ്രസയാണ്. അതുപോലെ തന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. നിങ്ങൾ ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും. കാരണം കഴിഞ്ഞ മാസത്തെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ക്രെറ്റയായിരുന്നു. അപ്പോൾ പിന്നെ SUVസിൻ്റെ മാത്രം കേസ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കേസിലല്ലോ. ക്രെറ്റ തന്നെയായിരിക്കും നമ്പർ 1. 17,016 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ബ്രസയും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് 40-50 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ വ്യത്യാസത്തിൽ ക്രെറ്റ നമ്പർ 1 ആയിട്ടുണ്ട്. 2024 ഏപ്രിൽ 15,447 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1,569 വാഹനങ്ങളുടെ വ്യത്യാസം 10.16% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രെറ്റയുടെ കാര്യം. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 SUVസിൻ്റെ വീഡിയോ. നമ്മുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആക്കി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.